Dear students, now we can discuss a problem. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്രൂപ്പിനെ, ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിന്, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫൈനൈറ്റ് ഗ്രൂപ്പ് 1i -1 -i എന്നുള്ള ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന് റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ നേരത്തെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു. ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഒരു പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? ഒരു പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് a two-dimensional representation of the group 1i -1 -i based on the column matrix 1i. അപ്പോൾ അവിടെ ഗ്രൂപ്പും തന്നിട്ടുണ്ട്, അതിന് ഒരു കോളം മെട്രിക്സും തന്നിട്ടുണ്ട്. ഈ കോളം മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ഗ്രൂപ്പ് ജിയും തന്നിട്ടുണ്ട്, ഒരു കോളം മെട്രിക്സ് യുവും തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദി റെപ്രസെൻറ്റേഷൻ ഡി. ഓക്കെ, അതൊരു 2-dimensional റെപ്രസെൻറ്റേഷനാണ്. അതായത് ഈ ഡിയുടെ അകത്ത് വരുന്ന മെട്രിക്സുകളെല്ലാം എന്താണ്? 2x2 മെട്രിക്സുകളായിരിക്കണം ഇതിനകത്ത് വരേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഗിവൺ ദാറ്റ് ജി ഈക്വൽ ടു 1i -1 -i. ഇപ്പോൾ ജിയിലെ എലമെൻറ്റ്സ് 4 നമ്മൾ ലിസ്റ്റ് ചെയ്തു. ആൻഡ് യു ഈക്വൽ ടു കോളം മെട്രിക്സ് 1i. അതിന് നമുക്ക് റോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയിട്ടും എഴുതേണ്ട ആവശ്യമില്ല, ചുമ്മാ അങ്ങനെ എഴുതിയെന്നുള്ളൂ. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എഴുതാറുണ്ട് സാധാരണ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലും കൂടെ, ഇനി എക്സാമിന് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളപ്പോൾ ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ എഴുതിയതാണേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ട്രാൻസ്പോസ് ഇട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ കോളം മെട്രിക്സ് ആയിട്ട് തന്നെ ഇട്ടങ്ങ് ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പുകൾ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ആ സ്റ്റെപ്പിൽ എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ചൂസ് ചെയ്യുക, ഒരു അപ്രോപ്രിയേറ്റ് യു ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്കിപ്പം ക്വസ്റ്റ്യനിൽ തന്നെ ഏത് യുവിനെ ബേസ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നേക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ യു തന്നെ എടുക്കുക. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടാവും. അഥവാ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യു എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി അതായത് ഏതാണ് ഇപ്പോൾ 2-dimensional എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 എൻട്രീസ് ഉള്ള യു ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഇനി തന്നിട്ടില്ലെങ്കിൽ, മിക്കവാറും തന്നിട്ടുണ്ടാവും, അപ്പോൾ അത് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ചൂസ് യു ഈക്വൽ ടു കോളം മെട്രിക്സ് 1i. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് വേണ്ടത്? നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? ഞാൻ ആ സ്റ്റെപ്പുകളൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ, ഓക്കെ, ഇത് തന്നെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ചൂസ് ചെയ്യുക, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പിൽ യു ഡാഷ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എം ഓഫ് എക്സ് കണ്ടുപിടിക്കുക. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? എം ഓഫ് എക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, ഡി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അപ്പം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാനും വേണ്ടി ഒന്നുമില്ല, അത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ എം ഓഫ് എക്സും ഡി ഓഫ് എക്സും കൂടെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. യു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ യു ഡാഷ് കണ്ടുപിടിക്കാൻ പോവുകയാണേ. അപ്പോൾ യു ഡാഷ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? യു ഡാഷ് കിട്ടുന്നത് യു ഡാഷ് ഈക്വൽ ടു u1 u2 എക്സെട്ര un എന്നായിരുന്നു. ഞാൻ ജനറൽ ആയിട്ടുള്ളത് പറയുവാണ്. u1 ഡാഷ് u2 ഡാഷ് എക്സെട്ര un ഡാഷ് എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ui ഡാഷ് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? എക്സ് ഇൻറ്റു ui എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ui ഡാഷ് കണ്ടുപിടിക്കുക. ui ഡാഷ് കണ്ടുപിടിച്ചാൽ അവർ എൻട്രീസ് ആയിട്ട് വരുന്നതാണ് യു ഡാഷ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വരിക? ഇവിടെ യു ഡാഷ് എന്ന് പറഞ്ഞാൽ u1 ഡാഷ് u2 ഡാഷ്. ഇനി എന്താണ് u1 ഡാഷ്? u1 ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു u1. u2 ഡാഷ് എന്താണ്? എക്സ് ഇൻറ്റു u2. ഇനി എന്താണ് u1 u2? u1 u2 എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഫസ്റ്റ് എൻട്രിയും സെക്കൻഡ് എൻട്രിയും. യു എന്താണ്? യു തന്നിട്ടുണ്ട്, അത് 1i ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? u1 ഈക്വൽ ടു 1 എന്നും u2 ഈക്വൽ ടു i എന്നും കിട്ടും. അപ്പോൾ അത് നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? u1 ഡാഷും കിട്ടും, u2 ഡാഷും കിട്ടും. നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക്
എത്ര എക്സുകളുണ്ട്? 4 എക്സുകളുണ്ട് അല്ലേ? നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1i -1 -i. അപ്പം നമ്മൾ ഓരോ കേസിലും എക്സ് ചൂസ് ചെയ്യണം, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ യു ഡാഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ 4 കേസ് വരും. കാരണം x=1ൻ്റെ ഒരു കേസ് വരും, x=iയുടെ ഒരു കേസ്, x=-1ൻ്റെ കേസ്, പിന്നെ x=-iയുടെ കേസ്. കാരണം ഇത്ര എക്സുകളില്ലേ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കണം, അപ്പോഴേ നിങ്ങൾക്ക് വേറെ പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? x ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് യു ഐ ഡാഷിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ x × ui എന്നുള്ളതാണ്. ഇവിടെ x എന്താണ്? x=1 ആണ്. അപ്പോൾ 1 × ui എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? ui തന്നെ. അപ്പോൾ ui' ui ആവുമ്പം എന്താണ്? സ്വാഭാവികമായിട്ടും u' u തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ u' എന്താണ്? കേസിൽ u' തന്നെയാണ്. സോ അതായത് 1 i തന്നെയാണ് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ കേസ് എന്താണ്? x=i ആണ്. x=i ആവുമ്പം ui' x × i എന്ത് കിട്ടും? എക്സിന് ഒരു i കൊടുക്കുക, അപ്പോൾ i × u' എന്ന് കിട്ടും. പിന്നെ നമ്മൾ ഓരോ ui' ആയിട്ട് കണ്ടുപിടിക്കാൻ പോകും. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? u1' കണ്ടുപിടിക്കും. അപ്പം x × u1 അല്ലേ, അപ്പോൾ i × u1 എന്ന് പറഞ്ഞാൽ 1 ആണ്. i × 1 ആൻസർ i. u2' എന്താണ്? x i ആണ്, u2ഉം i ആണ്. അപ്പോൾ i × i എന്ന് പറഞ്ഞാൽ i² -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u' u1 u2, അതായത് i -1. മനസ്സിലായല്ലോ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡ്? അതുപോലെ അടുത്തതും കണ്ടുപിടിക്കുക. അടുത്തത് എന്താണ്? x -1 ആണ്. അപ്പോൾ ui' x × ui ആണ്. സോ -1 × ui എന്ന് കിട്ടും. സോ u1' -1 × u1. അറിയാമല്ലോ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പം ഓരോ വാല്യൂസ് അങ്ങ് കൊടുത്താൽ മതി. u1' കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ വാല്യൂ -1, u1ൻ്റെ വാല്യൂ 1 കൊടുക്കുക. u2' കിട്ടാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ അങ്ങനെ 2 വാല്യൂവും കിട്ടും. അപ്പോൾ u' എന്നുള്ളത് എന്ത് കിട്ടും? അപ്പോൾ u' എന്നുള്ളത് നമുക്ക് -1 -i എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? u1 u2 നമുക്കറിയാം, എക്സ് നമുക്കറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്തത് x -i ആണ് ഇനി ഉള്ളത്. അപ്പോൾ x -i ആവുമ്പം ui' -i × ui, അതായത് u1' -i × u1, u2' -i × u2. അവിടെ u1ൻ്റെയും u2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1ഉം iയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് -i എന്നും ഇത് -i², അതായത് 1 എന്നും കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. അതായത് ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള u' നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി അടുത്ത തേർഡ് സ്റ്റേജാണ്. തേർഡ് സ്റ്റേജിൽ നമ്മൾ m(x)ഉം d(x)ഉം കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ x=1 ചൂസ് ചെയ്യുക. x=1 ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുവും u' അങ്ങോട്ട് എഴുതി വയ്ക്കുക. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചില്ലേ, അത് എല്ലാ കേസിലും u ഈക്വൽ ആണ്, u' മാറി വരുന്നത്. അപ്പോൾ ആ കേസിലുള്ള യുവും u' നമ്മൾ എഴുതി. ഇനി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, u' m(x) × u. ഓക്കെ, u' m(x) × u. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ m(x) കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് എളുപ്പമാണ്, എന്നാൽ നമുക്ക് ഒരു ഫോർമുല ഇട്ട് ചെയ്യാനുള്ളതല്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് u' വാല്യൂ നമുക്ക് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുവിൻ്റെ വാല്യൂ നമുക്ക് അറിയാം, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 2 വാല്യൂസും ഉപയോഗിച്ച് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ m(x) കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്ക്, നമ്മുടെ ഇക്വേഷൻ u' m(x) × u അല്ലേ. അപ്പോൾ അവിടെ u' വാല്യൂ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതി, യുവിൻ്റെ വാല്യൂ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ u' വാല്യൂവും യുവിൻ്റെ വാല്യൂവും ഈക്വലാണ് അല്ലേ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള iനെ നമ്മൾ m(x) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ആൻസർ 1i തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള 1iയെ നമ്മൾ m(x) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ആൻസർ 1i ആണ് കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താ? m(x) ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വാല്യൂ ചേഞ്ച് ആവാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അവിടെ കൂടുതൽ ആലോചിക്കേണ്ട. ഫസ്റ്റ് കേസിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും m(x) നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 എന്നുള്ളത് നമുക്ക് കിട്ടും.
ഇനി എം ഓഫ് എക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഓഫ് എക്സ് കിട്ടും. അപ്പോൾ എം ഓഫ് എക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പം ഡി ഓഫ് എക്സ് കിട്ടി. ഇവിടെ എക്സ് എന്താണ്? എക്സ് 1 അല്ലേ? സോ ഡി ഓഫ് 1 ഈക്വൽ ടു 1001. അതായത് 1 എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ഇമേജ് ആയിട്ടും കിട്ടി. ഇമേജ് അല്ല, റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി അടുത്ത കേസ്. ഇനി അതുപോലെ ഓരോന്നും ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ ഓരോന്നും ചെയ്യുക. രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഐ വരുമ്പോഴുള്ള യുവും യു ഡാഷും എല്ലാ കേസിലും യു സെയിം ആണ് കേട്ടോ. എന്നാലും ഞാനത് നമുക്കിവിടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് എപ്പോഴും ഇങ്ങനെ പെറുക്കി എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു ഐ ചൂസ് ചെയ്യുമ്പോൾ യുവിൻ്റെ വാല്യൂ എഴുതുക, യു ഡാഷിൻ്റെ വാല്യൂ എഴുതുക. നമ്മുടെ ഇക്വേഷൻ എന്താണ്? യു ഡാഷ് ഈക്വൽ ടു എം ഓഫ് എക്സ് ഇൻറ്റു യു എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ യു ഡാഷിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യുവിൻ്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എം ഓഫ് എക്സ് 2/2 മെട്രിക്സ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. കാരണം എന്താ? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടെ വരുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന മെട്രിക്സുകളെല്ലാം എന്തായിരിക്കും? 2/2 മെട്രിക്സുകളായിരിക്കും. അപ്പോൾ ഡി എന്നുള്ളത് 2/2 മെട്രിക്സ് ആണെങ്കിൽ എമ്മും 2/2 മെട്രിക്സ് ആയിരിക്കും. എമ്മിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടാണല്ലോ ഡി കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും 2/2 മെട്രിക്സ് ആണ്. അപ്പം നമുക്ക് ഈ എം ഓഫ് എക്സ് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെഴുതുന്നു? ആ എം ഓഫ് എക്സിന് 2/2 മെട്രിക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അതിന് നമ്മൾ ജനറലായിട്ട് എ ബി സി ഡി എന്നെഴുതുന്നു. നമുക്ക് വേറൊരു കാര്യം അറിയാം. ഞാൻ ആദ്യം തന്നെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് എം ഓഫ് എക്സിലെയും ഡി ഓഫ് എക്സിലെയും എൻട്രീസ് 0യും 1ഉം മാത്രമായിരിക്കും. ആ 1 എന്നുള്ളത് +or-1 വരാം. ഓക്കെ, അപ്പോൾ എൻട്രീസ് 0, 1, -1 മാത്രമേ പോസിബിലിറ്റീസ് ഉള്ളൂ. അപ്പോൾ ഈ എ ബി സി ഡി എന്നുള്ളത് പോസിബിലിറ്റീസ് 0, 1, -1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. ഇനി നമ്മൾ ആ എം ഓഫ് എക്സിന് എ ബി സി ഡി കൊടുത്തു. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് i - 1 ഈക്വൽ ടു i - 1 ഈക്വൽ ടു എം ഓഫ് എക്സ് ഇൻറ്റു 1i. എം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ആണ്. ഞാൻ ആ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്ന് എഴുതാവേ. i ഒരു കേസിൽ മാത്രം എഴുതാം, ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈക്വൽ ടു എ ബി സി ഡി ഇൻറ്റു 1i. ഓക്കെ, കണ്ട ഈ സ്റ്റെപ്പാണ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. അപ്പോൾ എം ഓഫ് എക്സിൻ്റെ വാല്യൂവും കൂടെ കൊടുത്തതേ ഉള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? റൈറ്റ് സൈഡിൽ കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ, അതായത് എ ഇൻറ്റു 1 പ്ലസ് ബി ഇൻറ്റു ഐ, ഇതാണ് ഫസ്റ്റ് എൻട്രി വരിക. സെക്കൻഡോ സി ഇൻറ്റു 1 പ്ലസ് ഡി ഇൻറ്റു ഐ. ഈ രണ്ട് എൻട്രീസും വരുന്ന ഒരു കോളം മെട്രിക്സാണ് നമുക്ക് കിട്ടുക അല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കേ, ഇത് എന്തിനോട് ഈക്വലാ? ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന മെട്രിക്സിനോട് ഈക്വലാ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി ഐ ഈസ് ഈക്വൽ ടു ഇത് കിട്ടും. സെക്കൻഡ് എൻട്രി -1 ഈക്വൽ ടു ഇതും കിട്ടും. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻ. മനസ്സിലായോ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഫസ്റ്റ് എൻട്രി ആയ ഐ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി ഇൻറ്റു ഐ ഈക്വൽ ടു. ഇനി എങ്ങനെയാണ് എയുടെയും ബിയുടെയും വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിച്ചതെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഐ ആണ്. എയ്ക്കും ബിക്കും കിട്ടാവുന്ന വാല്യൂസ് 0, 1, -1. അത്രേ ഉള്ളൂ പോസിബിലിറ്റീസ്. എയ്ക്കും ബിക്കും സിക്കും ഡിക്കും ഉള്ള പോസിബിലിറ്റീസ് 0, 1, -1 ഇത്രയും പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ എയിനെ നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ 1ഉം ഐയുവേ ഉള്ളൂ. അത് തന്നെ, റൈറ്റ് സൈഡിൽ 1ഉം ഐയുവേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ ഐ മാത്രം. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? എയ്ക്ക് 0 കൊടുക്കുക, ബിക്ക് 1 കൊടുക്കുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടാലി ആവുമല്ലോ. എയ്ക്ക് 0 കൊടുക്കുക, ബിക്ക് 1 കൊടുക്കുക. ഇതുപോലെ എല്ലാ കേസിലും. അപ്പോൾ സെക്കൻഡ് കേസ് നോക്കിയേ. സെക്കൻഡ് കേസ് നമുക്ക് കിട്ടുന്നത് -1 ഈക്വൽ ടു സി ഇൻറ്റു 1 പ്ലസ് ഡി ഇൻറ്റു ഐ എന്ന കിടക്കുന്നത്.
അപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിൽ ഐ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഐയുടെ കോയഫിഷ്യൻ്റ് ആയിരിക്കും നോൺ സീറോ. ലെഫ്റ്റ് സൈഡിൽ 1 -1 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 1ൻ്റെ കോയഫിഷ്യൻ്റ് ആയിരിക്കും നോൺ സീറോ. ഐയുടെ കോയഫിഷ്യൻ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് -1. അപ്പോൾ റൈറ്റ് സൈഡിൽ C × 1 എന്നുണ്ട്. അപ്പോൾ സിക്ക് വരെ എന്ത് കൊടുത്താൽ മതി? -1 കൊടുത്താൽ മതി. ഐ വേണ്ടല്ലോ നമുക്ക്, കാരണം -1 അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഐ വേണ്ടാത്തത് കൊണ്ട് ഐയുടെ കോയഫിഷ്യൻ്റായ ഡി എന്നുള്ളത് എന്താകണം? 0 ആകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? C = -1, D = 0. അപ്പോൾ നമുക്ക് 4 വാല്യൂസും കിട്ടി. A = 0, B = 1, C = -1, D = 0. അപ്പോൾ m(x) എങ്ങനെ എഴുതാം? m(x) എന്ന് പറഞ്ഞാൽ ഇവിടെ x = i ആയതുകൊണ്ട് m(i) ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു A, B, C, Dക്ക് പകരം എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ -1, ഡിയുടെ വാല്യൂ 0. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ D(i) കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടി? x = iയുടെ റെപ്രസെൻറ്റേഷൻ കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് അടുത്തതും കിട്ടും. x = -1 എടുക്കുക. -1 എടുക്കുമ്പോൾ അവിടെ u എഴുതുക, u' എഴുതുക. സോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ u' = m(x), എക്സിന് പകരം -1, m(-1) × u. u' വാല്യൂ എഴുതുക, യുടെ വാല്യൂ എഴുതുക. സപ്പോസ് m(-1) = ABCD. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ആ ഇക്വേഷൻ ABCD വെച്ച് എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A × 1 + B × i, അതാണ് എഴുതിയേക്കുന്നത്. A × 1 + B × i എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കറസ്പോണ്ടിങ് -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ -1 കിട്ടണമെങ്കിൽ എന്ത് വേണം? എക്ക് പകരം -1 കൊടുക്കുക, ബിക്ക് പകരം 0 കൊടുക്കുക, കാരണം ഐ ഇല്ലല്ലോ. അപ്പോൾ ഐയുടെ കോയഫിഷ്യൻ്റ് 0. അതുപോലെ അടുത്ത ടേം -i = C × 1 + D × i എന്നാണ് കിട്ടുക. അപ്പോൾ 1ൻ്റെ കോയഫിഷ്യൻ്റ് 0 കൊടുക്കുക, ഡിയുടെ കോയഫിഷ്യൻ്റ് ഐയുടെ കോയഫിഷ്യൻ്റ് -1 കൊടുക്കുക. അങ്ങനെ മനസ്സിലായല്ലോ? ഞാനിനി വീണ്ടും പറയണ്ടല്ലോ. ഇത് സെയിം മെത്തേഡ് തന്നെ, ഓരോ എക്സിനും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ കേസിലും നമുക്കിങ്ങനെ ABCD കിട്ടും. അടുത്ത കേസിൽ x = -1 എടുക്കുമ്പോൾ എന്ത് കിട്ടും? x = -1 എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നോട്ടായിട്ടൊരു കാര്യം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തേക്കുന്നതേ ഉള്ളൂ. വെരിഫൈ ചെയ്തേക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം D(i) × D(-i) എന്താണെന്ന് വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് ഈക്വൽ ടു D(i) × -i തന്നെയായിട്ട് കിട്ടും. അതുപോലെ തന്നെ D(i) × D(i) ചെയ്ത് നോക്കിയപ്പോൾ അത് D(-1) എന്നും കിട്ടും. അത് ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതിയേ. ഓക്കെ, താങ്ക് യു.